KPSCയുടെ മിഠായി പുതിയുടെ 20 ചോദ്യ ക്വിസാണ്. ചോദ്യങ്ങൾ UP LP കൂട്ടുകാർക്കുള്ളതാണ്. എല്ലാ കൂട്ടുകാരും ഒരു പേനയും പേപ്പറും കയ്യിലെടുക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 20 ചോദ്യങ്ങളാണ് സ്കൂൾ തലത്തിൽ വരിക. അപ്പൊ സ്കൂൾ തലത്തിൽ വരുന്ന LP UP ആ വിഷയത്തെ ബേസ് ചെയ്തുള്ള സിമ്പിൾ, വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ചോദ്യം, ഉത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്ന് അറിയാം. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ പോർബന്തറിലാണെന്നും അറിയാം. അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ 2 ആണെന്നും അറിയാം. 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിക്കുന്നത്. ചോദ്യം ഇതാണ്: ഐക്യരാഷ്ട്ര സംഘടന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടന എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. എല്ലാ കൂട്ടുകാരും ഉത്തരം എഴുതുക. അവസാനം എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? എന്താ നിങ്ങളുടെ ഉത്തരം? ലോക അഹിംസാ ദിനം. പാത്തുവിന്റെ എന്താ? ഗാന്ധി ജയന്തിയാണ്. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടന അതൊരു പ്രത്യേക ദിനമായിട്ട് ആചരിക്കുന്നു. അഹിംസാ ദിനമാണ്. ഏതാണ്? ലോക അഹിംസാ ദിനം. ശരിയായ ഉത്തരം അഹിംസാ ദിനമാണ്. അഹിംസാ ദിനമാണ്. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്, മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 പറഞ്ഞു. എങ്കിലും പറയപ്പെടുന്ന അന്ന് അദ്ദേഹം കേവലം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്നു. അദ്ദേഹം ബാബ അബ്ദുള്ള ആൻഡ് കമ്പനി, ആ കമ്പനിയുടെ ഒരു കേസ് വാദിക്കുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലണ്ടിലെ പഠനമെല്ലാം കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. ദാദ ആയിരുന്നു. ഓക്കെ, ദാദ അബ്ദുള്ള ആൻഡ് കമ്പനി. അപ്പൊ സൗത്ത് ആഫ്രിക്കയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് മഹാത്മാഗാന്ധിയെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചത്. തന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് പോയ അദ്ദേഹത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കറുത്ത വർഗ്ഗക്കാരനായതിന്റെ പേരിൽ 1ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സഹയാത്രികരെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു. ആ സംഭവമാണ് മഹാത്മാഗാന്ധിയിലെ വിപ്ലവ വീര്യത്തെ, തൻ്റെ ലോകത്തെക്കുറിച്ചും തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ആ ഇൻസിഡന്റ് നടന്ന റെയിൽവേ സ്റ്റേഷന്റെ പേരെന്ത്? സൗത്ത് ആഫ്രിക്കയിലെ ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് എന്തെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. UP കാർക്ക് LP കാരുമാണ് മത്സരിക്കുന്നത്. UP കാരനായ നിഷാനും LP കാരിയായി പാത്തു. രണ്ടിലും വരാം. ഓക്കെ, ഉത്തരങ്ങളായോ? ഏതാണ് ഉത്തരം? പീറ്റർ മാരിറ്റ്സ്ബർഗ് ആണ് ഉത്തരം. പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ജോഹന്നസ്ബർഗ് ആണ് ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ മെയിൻ സമരങ്ങളൊക്കെ നടന്ന. ജോഹന്നാസ്ബർഗിനടുത്താണ് ഫീനിക്സ് സെറ്റിൽമെന്റും ഒക്കെ അവിടെ തന്നെയാണ്. ഇത് പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ഓർക്കുക, പീറ്റർ മാരിറ്റ്സ്ബർഗ്. കുഴപ്പമില്ല, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴാണ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയായിട്ട് എടുക്കുക. മൂന്നാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബാപ്പുജിയെ അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നമ്മളെല്ലാം ഇന്ന് മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അല്ലാതെയും ഒക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ് മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത്? ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യയുടെ ദേശീയ കവി എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇനി ക്ലൂ ഇല്ല. വളരെ പ്രധാനപ്പെട്ട കുറെ അവാർഡുകളുണ്ട് നമ്മുടെ ദേശത്തിന്റെ ഒരു ഐക്കൺ. ഇനി മതി, അവൾ എഴുതട്ടെ. ഗാന്ധിയെ പോലെ മതി, എത്ര മതി. ഓക്കെ, ആരാ പാത്തു എന്ത് എഴുതി തന്നിട്ട്? ആരാ? രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. എങ്ങനെ ആയിക്കോ, നമ്മുടെ ഒരു കവിത എന്ന രീതിയിൽ ദേശീയ കവിയാണെന്ന് പറഞ്ഞു. പിന്നെ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കിട്ടിയ ഏഷ്യക്കാരൻ അദ്ദേഹമാണ്. ജനഗണമനയൊക്കെ എഴുതി. ഓക്കെ, കറക്റ്റ് ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക്. ജനുവരി 30, 1948 അന്നാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നത്. രക്തസാക്ഷി ദിനമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിൻ്റെതായ മഹനീയത അനുഭവിക്കാനുള്ള ഒരു സാവകാശം പോലും മഹാത്മജിക്ക് കിട്ടിയില്ല. ക്രൂരമായിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. ദ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ആരാണ് മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഹൃദയത്തിലേക്ക് നിറയൊഴിച്ചത്? ഗാന്ധിയെ കൊന്നതാര്? ഉണ്ട്.
മഹാത്മാഗാന്ധിയെ കൊന്നതാര്? ഫുൾ നെയിം എഴുതണ്ടേ? ആ, പാത്തു ടെൻഷൻ ഒന്നും അടിക്കണ്ടേ. നിഷാൻ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചിട്ട് അവള് ടെൻഷൻ അടിക്കുന്നത്. അവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഇതെല്ലാം. ഓഹോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ, ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണല്ലോ ഉദ്ദേശിക്കേണ്ടത്. പറയാവേ. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതാര്? ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം പെട്ടെന്ന് എഴുത്. എന്തെങ്കിലും ഒരു പോർഷൻ എന്തെങ്കിലും എഴുതിയാൽ മതി. ഒരു ക്ലൂ തരാം. ക്ലൂ ദൈവം പറഞ്ഞാൽ ക്ലൂ തരാം. ഇംഗ്ലീഷാണ്. ദൈവം പറയണം. ഇതിലും വലിയൊരു ക്ലൂ ഇല്ല. ദൈവം പറയണം. ഫുൾ നെയിം എഴുതണം. വേണ്ട ഇപ്പൊ. ഞാനും അതേ തന്നെ ആലോചിച്ചത്. ഓക്കെ, പാത്തു എന്താ എഴുതി? നാഥുറാം വിനായക് ഗോഡ്സെ. ഗോഡ്സെക്ക് മാർക്കുണ്ട്, മാർക്ക് കിട്ടും. പക്ഷെ പാത്തു കുറച്ചുകൂടെ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. നാഥുറാം വിനായക് ഗോഡ്സെ. അഞ്ചാമത്തെ ചോദ്യം റെഡിയല്ലേ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിഗംഭീരമായൊരു പ്രസംഗം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തി. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ആ പ്രസംഗത്തിന് ഒരു പേരുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് സ്പീച്ച്? ജവഹർലാൽ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യ പുലരിയിലെ വിഖ്യാതമായ പ്രസംഗത്തിന്റെ പേര് എന്ത്? യു ക്യാൻ റൈറ്റ് ഐദർ ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്. എഴുതിയോ? നിഷാൻ എഴുതിയോ? ഓക്കെ, സമയം കഴിഞ്ഞു. പുട്ട് ഡൗൺ യുവർ പെൻസ്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അല്ലെങ്കിൽ വിധിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി, വിധിയുമായുള്ള കൂടിക്കാഴ്ച, അല്ലെ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഓക്കെ ഓക്കെ. ഇനി അപ്പുറം ഇപ്പുറം ശരിയാണോ നോക്കണ്ട. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് പറയുന്നത് മതി. നിങ്ങൾ ഇനി ഒരാൾ അപ്പുറത്ത് എഴുതി ശരിയാണോന്ന് നോക്കണ്ട കേട്ടോ. ഓക്കെ, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തികളിൽ ഒരാളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി പ്രസിഡന്റായ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വർഷമാണ് പൂർണ്ണ സ്വരാജ്. അത്രയും നാള് നമുക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒക്കെ മതി. അതുപോലെ ഞങ്ങളുടെ ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ്. ഏത് വർഷത്തെ സമ്മേളനം? ഏത് വർഷത്തെന്നോ എവിടെയാണെന്നോ എഴുതിയാൽ തൽക്കാലം മാർക്ക് തരാം. തുടക്കമായതുകൊണ്ട്, സ്കൂൾ ലെവൽ മത്സരം ആയതുകൊണ്ട്. ഓക്കെ, ആ മതി. ഉത്തരം എന്താ പറയാണ്? 1929 ലാഹോർ കോൺഗ്രസ് ആണ്. നിഷാന് ഉത്തരം ശരിയുണ്ടോ? പത്തിന് ശരിയുണ്ടോ? കുഴപ്പമില്ല. അല്ല, 1929 ലാഹോർ കോൺഗ്രസ് ആണ്. അത് ഓർത്ത് വെക്കണം. രവി നദിക്കരയിൽ വെച്ച് പൂർണ്ണ സ്വരാജ് എന്നൊരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഒരു കാര്യോട് തീരുമാനിക്കുക. അന്ന് തൊട്ടടുത്ത വർഷം, അതായത് 1930 ജനുവരി 26 നമ്മുടെ ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കും. ആ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ റെഡിയായി. 1949 നവംബർ 26 ഭരണഘടന റെഡിയായി. റിപ്പബ്ലിക് ഡേ ആയത് ജനുവരി 26 അതിന് കാരണം ഈ ഒരു സംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഓക്കെ, ലാഹോർ കോൺഗ്രസിൽ അന്ന് നമ്മൾ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1930 ജനുവരി 26 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു, സമരത്തിന്റെ ഭാഗമായിട്ട്. ആ ഓർമ്മയ്ക്ക്. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. UP ക്ലാസ്സിൽ പഠിക്കാനാണ് നെഹ്റുവിന്റെ സിലബസ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ കഥ എന്ന് LP-കാർക്കും ഉള്ളത് കൊണ്ട് ഓർത്തിരിക്കേണ്ട ബേസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പല പത്രങ്ങളുണ്ടെങ്കിലും നെഹ്റു സ്ഥാപിച്ചത് എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രം. ഈ അടുത്ത കാലത്തും ഒക്കെ ആ പത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ ബന്ധപ്പെട്ട് പല വിവാദങ്ങളുമുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ പത്രം ഏതെങ്കിലും എഴുതിക്കൂ. പലതറിയാമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിക്കൂ.
ഉത്തരം കിട്ടിയത് നിഷാൻ പറയാവോ? നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് ശരിയായ ഉത്തരവാണ്. പത്തിന് ശരിയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഓർത്തു വെക്കുക. നാഷണൽ ഹെറാൾഡ് ആണ് ആ ന്യൂസ് പേപ്പർ, ഓർത്തു വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. നാഷണൽ ഹെറാൾഡ് എഴുതി കഴിഞ്ഞാൽ 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മുടെ മത്സരത്തിന്റെ അടുത്ത റൗണ്ട്. 8ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം 1857 നിങ്ങൾക്കറിയാം. 1857 മെയ് 10 ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര കഥ പഠിക്കുമ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് ആ വിപ്ലവത്തിന്റെ ഔദ്യോഗിക തുടക്കം? സ്ഥലത്തിനുடைய ഷോർട്ട് ഫോം, ആ പേര് എഴുതിയ സ്ഥലത്തിന്റെ പേര് എഴുതിയാലും മതി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തരം ഏതാ? ഉത്തർപ്രദേശിലെ മീററ്റ് ശരിയായ ഉത്തരവാണ്. മീററ്റ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. 1ാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം. 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് ബഹദൂർ ഷാ സഫർ ഉൾപ്പെടെയുള്ള രാജാക്കന്മാര്, ഝാൻസി റാണി ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. പക്ഷേ ആ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി ആരാണ്? ഏത് വിപ്ലവകാരിയാണ്? ഏത് സ്വാതന്ത്ര്യ സമര പോരാളിയാണ് 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത്? അദ്ദേഹം ആണോ ഈ ബാലാജി പേഷ്വായുടെ വളർത്തുമകൻ അല്ലേ? അദ്ദേഹത്തിന് പെൻഷൻ ഒഴിവാക്കിയത് കൊണ്ടൊക്കെയാണ് അദ്ദേഹം സമരത്തിലേക്ക് വന്നത്. ഓക്കെ, ഏതാ? താന്തിയ തോപ്പി അല്ല. ഏതാ നിഷാൻ? ഏതാ? നാനാ സാഹിബാണ്. താന്തിയ തോപ്പി അല്ല, അത് അടുത്ത് വന്നു. അസിസ്റ്റന്റ് ആണ്. അപ്പം നാനാ സാഹിബ്. അതെ. അത് ഒന്നുകൂടെ നോക്കണം. അല്ല, ദോണ്ടുപ്പന്തും പാണ്ഡുരംഗ് നോക്കാം. 1ാം വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്. അടുത്ത സിമ്പിൾ ചോദ്യമാണ്, 10ാമത്തെ ചോദ്യം. കൃത്യം 10 പകുതിയിലേക്ക് എത്തുന്നു. കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? കേരള ഗാന്ധി. എളുപ്പത്തിൽ എഴുതിക്കോ, സമയം കൂടുതൽ പോകുന്നു. ഇതൊരു സ്കൂൾ തലത്തിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന LP തലത്തിൽ അല്ലെങ്കിൽ UP തലത്തിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ക്വസ്റ്റ്യൻ വരും. നടക്കാൻ പോകുന്ന അതെ, കേരള ഗാന്ധി ആരാ കേരള ഗാന്ധി? കെ കേളപ്പൻ ശരിയായ ഉത്തരവാണ്. കെ കേളപ്പൻ. അടുത്തത് വളരെയേറെ സിമ്പിൾ ചോദ്യം. 11ാമത്തെ ചോദ്യം കുറച്ചുകൂടെ എളുപ്പമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 മുംബൈയിലെ, അന്നത്തെ ബോംബെയിലെ ഗുരു ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു സംഘടന സ്ഥാപിക്കുന്നത്. പക്ഷെ ആ സംഘടനയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം. ആരാണത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാ എഴുതി? പാത്തൊന്ന് എഴുതി. A.O. ഹ്യൂം ശരിയാണ്. വളരെ പ്രശസ്തനായ ഒരു ഓർണിത്തോളജിസ്റ്റ് കൂടിയാണ്, ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. A.O. ഹ്യൂം. വളരെ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പക്ഷി നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം. സലീം അലി ബേർഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ അദ്ദേഹമാണ്. പക്ഷി നിരീക്ഷകരിൽ ഏറ്റവും പ്രശസ്തനാരാണ്? സംശയമൊന്നുമില്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ച് സലീം അലി തന്നെയാണ്. ഒരു കുരുവിയുടെ പതനം ചോദ്യം ഉണ്ടായിരുന്നു. ശരി, കേരളത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ പക്ഷികൾ ആരാ എഴുതി? കെ നീലകണ്ഠൻ, ഇന്ദുചൂടൻ. ഓർത്തു വെച്ചതൊക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. A.O. ഹ്യൂം ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? സിമ്പിൾ ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഉത്തരാരാ? വൊമേഷ് ചന്ദ്ര ബാനർജി. WC ബാനർജിയാണ്. വൊമേഷ് ചന്ദ്ര ബാനർജി. പാത്തൂര് അത്യാവശ്യം ഉത്തരങ്ങൾ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ക്യാമറയുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഒരു ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ടെൻഷൻ പാടില്ല കേട്ടോ. 13ാമത്തെ ചോദ്യം. റൗലറ്റ് ആക്ട് വിചാരണ കൂടാതെ ഏത് ഇന്ത്യക്കാരനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തിടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു കരി നിയമം, മോശം നിയമമായിരുന്നു റൗലറ്റ് ആക്ട്.
ആ റൗലറ്റ് ആക്ടിനെതിരെ സമരം നടത്തിയവരെയാണ് ഒരു വൈശാഖി ദിവസം അങ്ങ് പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് എന്ന ഒരു വാതിൽ മാത്രമുള്ള, ഒരു ഗേറ്റ് മാത്രമുള്ള മൈതാനത്ത് പോലീസുകാർ അവിടെ അടച്ചുകൊണ്ട് നിന്ന് വെടിവെച്ച് കൊല്ലുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തരൂക്ഷിതമായ ഒരു സംഭവം. എന്നാണത് നടന്നത്? വർഷവും ഡേറ്റും. ഉറപ്പായിട്ടും ഡേറ്റും കൂടെ എഴുതണം ബാത്തു. അത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണ്ടേ? ജാലിയൻ വാലാബാഗിലെ ആ കൂട്ടക്കൊല നടന്ന വർഷവും തീയതിയും, അതാണ് ചോദ്യം. ഓക്കെ, ഏത് വർഷമാ? 1919 എന്ന്? ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. 13ാമത്തെ ചോദ്യം ഏപ്രിൽ 13. അപ്പൊ 14ാമത്തെ ചോദ്യത്തിന് മുമ്പ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. പത്രങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിപ്പോ ഈ KPSC ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഈ കറണ്ട് അഫയേഴ്സിനെ കൂടുതൽ രസകരമായും ഓർത്തു വെക്കാൻ പറ്റുന്ന ചെറിയ ടിപ്സിലൂടെയും പരിചയപ്പെടുത്തുന്ന മിഠായി പുതിയ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് പത്രങ്ങളിലൂടെ. ഈ ഗ്രൂപ്പിൽ നമ്മുടെ കൂടെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ചെറിയ ഫീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം 1 രൂപ എന്ന രീതിയിൽ ടോട്ടൽ 365 രൂപയാണ് ഫീസ്. താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോട്ട് 365 രൂപ ഫീസ് അയക്കുക. അതിന്റെ സ്ക്രീൻഷോട്ടും ഇതേ നമ്പറിലോട്ട് അയക്കുകയും ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ. 14ാമത്തെ ചോദ്യം, വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിലാണ് നടന്നത് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ മറ്റ് സംഘടനകളും ഒക്കെ തമ്മിൽ നടന്ന ചർച്ചകളാണ്. ഇതിൽ മഹാത്മാഗാന്ധി 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു പ്രശസ്തനായ ഇന്ത്യക്കാരനുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. ആരാണത്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആ ഇന്ത്യക്കാരന്റെ പേരെഴുതിയാൽ മതി. പാത്തു സന്തോഷത്തോടെ എഴുതിയിട്ടുണ്ട്. ഉത്തരം ആരാ? BR അംബേദ്കർ. ശരിയായ ഉത്തരവാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് BR അംബേദ്കർ. ശരിയായ ഉത്തരം. ഏതാ? ഭീംറാവു ആണിത്. ഭീംറാവു അംബേദ്കർ. അടുത്തത് 15ാമത്തെ ചോദ്യം, ഡു ഓർ ഡൈ. വളരെ പ്രശസ്തമായ ഒരു സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. ആ സമരം നടന്നത് 1942 ഓഗസ്റ്റ് 9 തുടങ്ങുന്നത്. ഏതാണ് സമരം? 42 ഓഗസ്റ്റ് 8 അതിന്റെ പ്രമേയം അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 9 സമരം തുടങ്ങി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള വിശ്വപ്രസിദ്ധമായ ആഹ്വാനം മഹാത്മാഗാന്ധി നൽകിയത് ഏത് സമരമാണ്? സിമ്പിൾ ചോദ്യം. ഉത്തരം എന്താ? ക്വിറ്റ് ഇന്ത്യ. ശരിയായ ഉത്തരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിൽ നിർണായകമായി. അതെ അതെ അതെ, ബ്രിട്ടീഷുകാരെ ഒന്ന് വളരെ പിടിച്ചു കുലുക്കുകയും ചെയ്തൊരു സമരം തന്നെയാണ്. ഈ ക്വിറ്റ് സമരത്തിന് അടിച്ചമർത്താനുള്ള ബ്രിട്ടീഷുകാരുടെ ഫോഴ്സിന്റെ പേര് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. അറസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 16ാമത്തെ ചോദ്യം, സിമ്പിൾ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യ 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലിന്റെ പേര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഗവർണർ ജനറൽ ആയിട്ട് ഒരാൾ വരണമല്ലോ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ആരാ പാത്തു? നിഷാന്റെ ഉത്തരം? ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയ മൗണ്ട് ബാറ്റനോട് തന്നെയാണ് നമ്മൾ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആകാൻ. നമ്മുടെ ഇന്ത്യ വന്നതേ ഉള്ളൂ. നമുക്ക് ഭരണ രീതികളൊന്നും അത്ര പരിചയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഇന്ത്യയെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സുഹൃത്തും കൂടിയായ മൗണ്ട് ബാറ്റനെ വെക്കുന്നത്. ഓ ശരി, ഓക്കെ. 17ാമത്തെ ചോദ്യം അല്ലേ? 17ാമത്തെ ചോദ്യം അല്പം ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു വർഷമാണ് എഴുതേണ്ടത്. 17ാമത്തെ ചോദ്യം 1920, 1925 ഡാഷ് 1934, 1937. 1920, 1925 അടുത്ത വർഷമാണ് എനിക്ക് എഴുതേണ്ടത്. ഒരു ഡാഷ് ആണ് അടുത്തത്, മൂന്നാമത്തത്. അടുത്തത് 1934, 1937. ഒറ്റ വർഷം. 20 ആദ്യം, 25 2, മൂന്നാമത്തെ എഴുതണം.
1934 നാലാമത്, 1937 അഞ്ചാമത്. സംഭവം എന്താ? ഗാന്ധിജി കേരളത്തിൽ വന്നാണ്. വിട്ടുപോയ വർഷം ഏതാ? 1927 ആണ്. 1927 ശരിയായ ഉത്തരം. 18ാമത്തെ ചോദ്യം. ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അതിമനോഹരമായ ഭാഗ്യചിഹ്നം വന്നിരിക്കുകയാണ്. എന്താണ് ആ ഭാഗ്യചിഹ്നം? ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് വേണ്ടത് കേട്ടോ. ജീവിയുടെ പേര് വരുമല്ലോ അത് എഴുതുമ്പോ. ഭാഗ്യചിഹ്നത്തിന്റെ പേര് എനിക്ക് വേണം. 18ാമത്തെ അല്ലേ? എപ്പോഴും ഈ KPSCയുടെ മത്സരങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊരു കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളോടെ പ്രതീക്ഷിച്ചോളുക. ഓക്കെ, ഓക്കെ, സമയം കഴിഞ്ഞു. പറഞ്ഞോ പാത്തു, പറഞ്ഞോടാ. എഴുതിയത് കുഴപ്പമില്ല. വള്ളം തുഴയുന്ന വേഴാമ്പലാണ് ശരിയായ ഉത്തരവാണ്. ആ വേഴാമ്പലിന്റെ പേരെന്താ? വേഴു. മാർക്കുണ്ട് കേട്ടോ. വള്ളം തുഴയുന്ന വേഴാമ്പലാണ്. ആ വേഴാമ്പലിന്റെ പേരോട് എഴുതി വെക്കുക. വേഴു എന്നാണ് ഓർത്തു വെക്കുക. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ലാസ്റ്റ് അല്ല, 19ാമത്തെ ചോദ്യം. ഇത്തവണത്തെ വേൾഡ് കപ്പ് കഴിഞ്ഞു. സ്പെയിൻ കപ്പടിച്ചു. ഇത്തവണത്തെ ലോകകപ്പിൽ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ കിട്ടിയത് ആർക്കാണ്? ഇത്തവണത്തെ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ കിട്ടിയത് ആർക്ക്? ബോൾ ഏറ്റവും മികച്ച കളിക്കാരന് ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നയാൾക്ക്. അത് എംബാപ്പയ്ക്ക് കിട്ടി. ഏറ്റവും മികച്ച ഗോളിക്ക് ഒരു ഗോൾഡൻ ഗ്ലൗ ഉണ്ട്. സ്പെയിന്റെ ഗോളിക്ക് തന്നെ കിട്ടി. നമ്മുടെ ചോദ്യം ഗോൾഡൻ ബോൾ ആർക്കാണ്? പത്തിന് അറിയാവോ? എന്നാലും പഠിച്ചു വെക്കണം കേട്ടോ. എംബാപ്പെ അല്ല. ഏതാ എഴുതി? ആര്? മെസ്സി ഒന്നും അല്ല. ആരാ? ആരാ? റോദ്രി. ഫുൾ പേരെന്താ? റോഡ്രിഗോ. അപ്പൊ റോദ്രി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, റോഡ്രി. ഓക്കെ, ശരി. ലാസ്റ്റ് ചോദ്യം, അവസാനത്തെ ചോദ്യം. കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം. ഇപ്പൊ ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ നിങ്ങൾ കണ്ടതേ ഉള്ളൂ. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെ, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്ത് സെൻ, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയത്. ആരാണ് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? താടിക്കാരൻ, ചെറുപ്പക്കാരൻ, സമരം ചെയ്യുന്നത് കണ്ടില്ലേ? ടൈഫോയിഡ് ബാധിതനാണ് റിസൾട്ട് വരുമ്പോൾ. ആളുടെ പേര്, അദ്ദേഹത്തിന്റെ പേരെന്ത്? ഓക്കെ, എന്താ പേര്? അഭിജിത്ത് ദീപ്കെ. ഓർത്ത് വെക്കേണ്ട പേരാണ് കേട്ടോ. അഭിജിത്ത് ദീപ്കെ. അപ്പൊ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് കൂട്ടുകാർ ഓരോരുത്തരും മാർക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഒരു 12-13 മാർക്കിൽ കുറവാണെങ്കിൽ ഇറ്റ്സ് എ റെഡ് സിഗ്നൽ. നമ്മൾ കുറച്ചുകൂടി പഠിക്കണം. LP സ്റ്റുഡൻസിനോട് ഉൾപ്പെടെയാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് അപ്പൊ നമ്മള് തുടർച്ചയായിട്ട് ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വീണ്ടും 20 മാർക്കിന്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരിക. ആ മോഡലിൽ തന്നെയുള്ള കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരും. അപ്പം നന്നായിട്ട് പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി റെഡിയാകുക. പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും മാർക്ക് കമന്റ് ചെയ്യണം. നിഷാൻ എത്ര മാർക്ക്? നിഷാൻ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട് 20 മാർക്ക്. അല്ല, പഠിച്ചു വെച്ച മീൻസ് പഠിക്കുന്നുണ്ടല്ലോ. പാത്തു 11 ആണ്. കുഴപ്പമില്ല, നല്ല മാർക്കാണ്. LP കാരിയാണ്. പക്ഷെ അടുത്ത തവണ നമ്മള് പൊളിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ശരിക്കും ഉള്ള സ്കൂൾ തലത്തിൽ നമ്മൾ എത്ര മാർക്ക് നേടുന്നു അതാണ് നമ്മൾ നല്ലത്. കൂടുതൽ പഠിക്കുക, എല്ലാ ക്വസ്റ്റുകൾക്കും ജയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്നും പാത്തൂനും എനിക്കും നിഷാൻ.